Welcome back to House of Football. Benfica 4, Barcelona 5. One of the most comical game of football ever എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. ഒരു ഗോൾ കീപ്പർ പോയി സ്വന്തം കളിക്കാരനെ ഇടിച്ചിടുന്നു. അതിനുശേഷം വേറൊരു ഗോൾ കീപ്പർ എതിരാളിയുടെ തലയിലേക്ക് അടിച്ച് ഗോൾ കയറ്റുന്നു. പിന്നെ വാർ ഡ്രാമ. അപ്പോൾ അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളും നിറഞ്ഞു നിന്ന, പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു മൈൻഡ്ലെസ് എൻ്റർടൈനർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഇന്നലെ രാത്രി നടന്ന ബാർസലോണ വേഴ്സസ് ബെൻഫീക്ക ഗെയിം. വളരെ ഓപ്പൺ മത്സരമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളികൾ, ഇന്നത്തെ റിസൾട്ട് 3-0 2-0 ഒക്കെ ആയിരുന്നെങ്കിൽ ആസ് യൂഷ്വൽ ബാർസലോണ ബെൻഫീക്കനെ തോപ്പിച്ചു. അത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം വളരെ ഓപ്പൺ ആയിരുന്നു. ബാർസലോണയുടെ ഹൈ ലൈൻ ഇടയ്ക്കൊക്കെ എക്സ്പോസ് ആവുന്നുണ്ട്. അവർ പക്ഷേ നല്ല ടീമുകൾക്കെതിരെയൊക്കെ ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ റയലിനെ തോപ്പിച്ച് കപ്പൊക്കെ എടുത്തു. പക്ഷേ അവരുടെ ഹൈ ലൈൻ എക്സ്പോസ് ആക്കാം എന്നുള്ള കാര്യം ഇന്നലെ ഫസ്റ്റത്തെ ഗോളിൽ തന്നെ ബെൻഫീക്ക കാണിച്ചു എന്നുള്ളതാണ്. ഒറ്റ ഡയഗണൽ പാസ് അൽവാരോ ഫെർണാണ്ടസിന് കൊടുക്കേണ്ടി വന്നുള്ളൂ. പിന്നെ ഏക്കർ കണക്കിന് സ്പേസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് പോയി ആദ്യത്തെ ഗോൾ അടിച്ചു. പിന്നെ അപ്പുറത്തുനിന്ന് ലെവൻഡോസ്കി പെനാൽറ്റി അടിച്ച് കയറ്റി. പിന്നെ അങ്ങോട്ട് സംഭവങ്ങളായിരുന്നു. ഈ സംഭവങ്ങൾക്കൊക്കെ കാരണക്കാരൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഷേസ്നിയാണ്. അപ്പോൾ അങ്ങനെ ഷേസ്നിയുടെ കാര്യം അറിയാലോ. അത് ഈ പറയുന്ന പോലെ ആലോചിച്ച് കഴിയുമ്പോൾ ഒരു കോമഡി തന്നെയാണ്. കാരണം അദ്ദേഹം റിട്ടയർ ആയിട്ടിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ റിട്ടയർ ആയ ഒരാളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഫീൽഡ് ഔട്ടാക്കി വിടുന്ന പരിപാടിയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി ഷേസ്നിയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും റയലായിട്ടുള്ള മത്സരത്തിൽ റെഡ് കാർഡ് മേടിച്ചു. അപ്പോൾ അന്ന് തന്നെ ഈ പറയുന്ന പോലെ കയറി വന്നിട്ടാണ് റെഡ് കാർഡ് മേടിച്ചത്. അതിനുശേഷം ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഡിഫൻഡർ അവിടെ ഉണ്ടായിരുന്നു. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്ലിയർ ചെയ്ത് കളയാനൊക്കെ ഡിഫൻഡർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് ഷേസ്നി ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ പിന്നീടാണ് ആ ഗോൾ വന്നത്. പിന്നീട് അതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഷേസ്നിയുടെ ബ്ലണ്ടർ കണ്ടു. അങ്ങനെ അവിടെ പെനാൽറ്റി കൺസീഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതോടുകൂടി ഷേസ്നിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ പെന്നിക്ക് പകരക്കാരനായിട്ട് ഇപ്പോൾ പെന്നിയും ഹാൻസി ഫ്ലിക്ക് എന്തോ കാര്യത്തിന് ഉടക്കിയെന്നുള്ളൊരു കാര്യമാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഷേസ്നിനെ കളിപ്പിച്ചത്. ഇപ്പോൾ എന്തായാലും ഹാൻസി ഫ്ലിക്കിൻ്റെ ആ പരീക്ഷണം കംപ്ലീറ്റ്ലി പാളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷേസ്നിയുടെ ലാസ്റ്റ് മത്സരമായിരുന്നിരിക്കാം അത് ഇൻ ബാർസലോണ കളേഴ്സ്. അതുപോലെ തന്നെ ഈ ഷേസ്നിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളുമ്പോൾ തന്നെ പുള്ളിക്കാരനൊരു ഫോട്ടോ ഒക്കെ പുറത്തേക്ക് വന്നിട്ട് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ എന്ത് സാധനമാണോ വലിച്ചതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അപ്പുറത്ത് ഫീഗയുടെ ഗോൾ കീപ്പറായ അനാട്ടോലി ട്രൂബിൻ ഇതുപോലെ തന്നെ ഒരു ബോൾ ക്ലിയർ ചെയ്താണ് നേരെ റഫീഞ്ഞയുടെ തലയിൽ ടിം അകത്തേക്ക് ഗോൾ. പിന്നീട് ഈ പറഞ്ഞ പോലെ ബാർസലോണയുടെ ഒരു ശക്തമായ മെൻറ്റാലിറ്റിയാണ് അവർ കാണിച്ചത്. ഇപ്പോൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ട് അവർ കളിച്ചു. അപ്പോൾ അങ്ങനെ അവർ ജയം സ്വന്തമാക്കി. അതിൻ്റെ ഒപ്പം തന്നെ ബാറിൻ്റേതായ ഒരു ബാറും കണ്ണടച്ചു എന്ന് തന്നെ പറയാം. അവസാനത്തെ ആ ഒരു സംഭവത്തിൽ അവിടെ നിന്ന് പോയി റഫീഞ്ഞയുടെ ഗോൾ അടിച്ചു. ടൈം ആൻഡ് ടൈം അഗെയിൻ റഫീഞ്ഞ ബാർസലോണയുടെ രക്ഷകനായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ സ്റ്റാറ്റ്സ് നോക്കിയത്, മത്സരത്തിൻ്റെ സ്റ്റാറ്റ്സിൽ തന്നെ ബെൻഫീക്കയുടെ എക്സ്പെക്റ്റഡ് ഗോൾസ് 3.3 ചില്ലറയാണ്. അതുപോലെ തന്നെ ബാർസലോണയുടെ എക്സ്പെക്റ്റഡ് ഗോൾ എന്ന് പറയുന്നത് 3.6 ചില്ലറയാണ്. ഈ എക്സ്പെക്റ്റഡ് ഗോൾസൊക്കെ വളരെ ഈക്വലാണ്. അതുപോലെ തന്നെ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ബെൻഫീക്ക 6 ബാർസലോണ 7 അപ്പോൾ അങ്ങനെ വളരെ വളരെ ഈക്വൽ ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഉള്ളതാണ്. അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട കുറച്ച് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡ്രി ഇന്നലെ ബാർസലോണയ്ക്ക് വേണ്ടി അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ അൽവാരോ ഫെർണാണ്ടസ് അല്ലെങ്കിൽ കരേയസിനെ കുറിച്ച് പറയാം. ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ അൽവാരോ കളിക്കുന്നുണ്ടായി. അവൻ അറ്റാക്ക് ചെയ്തും പോകുന്നുണ്ടായി. അതുപോലെ തന്നെ ഡിഫെൻസീവ്ലി യമാലിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിരുന്നു. അറ്റാക്കിംഗ് വൈസ് ഒക്കെ ആണെങ്കിൽ 2 ചാൻസെല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ആദ്യം ഒരു അസിസ്റ്റ് കിട്ടി. പക്ഷേ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തെന്നുള്ളതാണ്. പക്ഷേ ഓവറോൾ ഗെയിം പ്ലേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആളുടെ പൊസിഷനിങ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ചില റണ്ണുകളൊക്കെ അകത്തേക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഡിഫൻഡറിനെയും പുള്ളിയോടൊപ്പം കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്പേസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് യുണൈറ്റഡിൽ നിന്ന് പോയ ഒരു പ്ലെയറാണ്. അപ്പോൾ ഒരു ലെഫ്റ്റ് ബാക്കിന് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ഒരു പ്ലെയറിനെ എന്തിനാണ് വിറ്റ് കളഞ്ഞതെന്നുള്ള കാര്യമാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ടെൻഹാഗിൻ്റെ പണിയായിരുന്നു. എന്തായാലും ഒരു ഹൈ സ്കോറിംഗ് മത്സരത്തിൽ ബാർസലോണ ഒരു ഡ്രമാറ്റിക് വിജയം സ്വന്തമാക്കി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ബാർസലോണ ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ലിവർപൂളാണ് ഉള്ളത്. അവർ ലില്ലിനെ 2-1 തോപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു തിരിച്ചുവരവ് നടത്തി. ജൂലിയൻ അൽവാരസ് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് അങ്ങനെ 2-1 അത്ലറ്റിക്കോയ്ക്ക് ലെവർകൂസനെ തോൽപ്പിക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ഈ 3 ടീമുകളാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ അടുത്ത റൗണ്ടിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.